ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹിരാകാശത്തിൻ്റെ ശാസ്ത്രവും ദൈവശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അമേരിക്കയുടെ ബഹിരാകാശ പരിവേഷക പര്യടന സംഘം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചിറങ്ങി എന്ന വാർത്ത ലോകത്തെ വിസ്മയിപ്പിച്ചതും അതിശയിപ്പിച്ചതുമായ ഒന്നായിരുന്നല്ലോ. എന്താണ് പ്രപഞ്ചം? എന്താണ് ബഹിരാകാശം? ഇതിൻ്റെ ശാസ്ത്രീയമായ വിവരണങ്ങൾ പ്രാരംഭമായി നൽകുവാൻ ഉദ്ദേശിക്കുന്നു. പ്രപഞ്ചം നമുക്ക് ചുറ്റും പരന്നു കിടക്കുന്നു. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രങ്ങൾക്കപ്പുറമുള്ളവയും പ്രപഞ്ചമാണ്, ദി യൂണിവേഴ്സ്. മനുഷ്യരും മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നാം നേടിയ വിജ്ഞാനം തന്നെ അതിബൃഹത്താണ്. അതിൻ്റെ വെളിച്ചത്തിൽ അതിബൃഹത്തായ ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ മാതൃക സങ്കല്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറേ നിരീക്ഷണങ്ങളുടെയും ഏറെ അനുമാനങ്ങളുടെയും സൃഷ്ടിയായ ആ വിശ്വമാതൃക പൂർണ്ണമാണെന്നും തൃപ്തികരമാണെന്നും ആർക്കും അവകാശപ്പെടുവാൻ കഴിയുകയില്ല. എങ്കിലും അതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് വരയ്ക്കാം. വരും കാലങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ഈ ചിത്രം മായ്ച്ച് പുതിയ ഒന്ന് വരച്ചേക്കാം. അത് ഒരാവശ്യമാണ് താനും. കാരണം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ മെനഞ്ഞെടുത്ത വിശ്വമാതൃക കണ്ട് നാം ചോദിക്കും, ഈ പ്രപഞ്ചം എന്നുണ്ടായി? ഇതിന് അവസാനമുണ്ടോ? ഈ ബ്രഹ്മാണ്ഡത്തിന് അതിരുണ്ടോ? ഇതിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ കാണുന്ന ദ്രവ്യം എവിടെ നിന്നുണ്ടായി? എങ്ങനെയുണ്ടായി എന്നൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ്, വെറും 10 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരമില്ലാതിരുന്ന ബഹുശതം ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ അവർക്കിന്ന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ച മാതൃക നമുക്ക് ഏറെ പ്രയോജനപ്രദമാണ്. പ്രപഞ്ച പഠനത്തെ പ്രധാനമായി 2 ശാഖകളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രപഞ്ചത്തിൻ്റെ ഘടനയെ പറ്റിയുള്ള പഠനമാണ്, കോസ്മോളജി. രണ്ടാമത്തേതാകട്ടെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, വളർച്ച, പരിണാമം എന്നിവയെപ്പറ്റിയും അഗാധതയിൽ നിന്ന് വരുന്ന പ്രകാശം, റേഡിയോ, എക്സ് തുടങ്ങിയ വിദ്യുത്കാന്ത തരംഗങ്ങളും ന്യൂട്രിനോ പോലെയുള്ള ഊർജ കണങ്ങളുമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു മാതൃകാ പരികൽപ്പനം ചെയ്തെടുക്കുന്നതിൽ നമ്മെ സഹായിച്ചിട്ടുള്ളത്. ഇതിനെ കോസ്മോഗനി എന്ന് പറയുന്നു. ഭൂമിയിൽ വന്ന് വീഴുന്ന ഉൽക്കകളും ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളും ഒട്ടേറെ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് സുപരിചിതമായ സൗരയുധത്തെപ്പറ്റി ചില കാര്യങ്ങൾ വിവരിക്കാം. 1969 ജൂലൈ 21 അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി. അപ്പോളോ വാഹനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന ചാന്ദ്രമണ്ണിന് 472 കോടി വർഷം പഴക്കമുണ്ടെന്ന് തെളിഞ്ഞു. ഭൂമിയുടെ പ്രായവും ഏകദേശം ഇത് തന്നെയാണ്. സൗരയൂഥത്തിലെ ഉൽക്കകളുടെ പ്രായവും ഇത്ര തന്നെയാണെന്ന് കണ്ടിട്ടുള്ളത്. 6000 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ്റെ ജനനം. അധികം താമസിയാതെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉരുവായി എന്ന് അനുമാനിക്കുന്നു. എന്നാൽ സൂര്യനെ ഉൾക്കൊള്ളുന്ന ആകാശഗംഗയുടെ പ്രായമാകട്ടെ ഉദ്ദേശം 1300 കോടി വർഷമാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഏകദേശം 400 നക്ഷത്രങ്ങൾ വരെ കാണുവാൻ കഴിയും എന്ന് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 800 മുതൽ 160 വരെ കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഉൽക്കകൾ എരിഞ്ഞ് തീരാറുള്ളത്. എന്നാൽ വലിപ്പം കൂടിയ
ഉൽക്കകൾ എരിഞ്ഞു തീരാതെ ഭൂമിയിൽ വന്ന് വീണതിൻ്റെ ചില ചരിത്ര രേഖകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യൂയോർക്കിലെ ഹൈഡൻ പ്ലാനറ്റോറിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അതിന് ഏകദേശം 31,300 കിലോഗ്രാം തൂക്കമുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ വന്ന് പതിച്ച ഒരു ഉൽക്കയുടെ അവശിഷ്ടം അമേരിക്കയിലെ ഒരു ലാബിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഉൽക്കയുടെ തൂക്കമാണ് നാം നേരത്തെ കേട്ടത്. 31,300 കിലോഗ്രാം ഭാരം അതിനുണ്ട് എന്ന് അവർ കണക്കാക്കിയിരിക്കുന്നു. ആകാശത്തിൻ്റെ നിറം നീലയാണെന്നത് അവിതർക്കിതമായ കാര്യമാണ്. എന്നാൽ ആകാശം എന്ന വാക്ക് എത്രമാത്രം അർത്ഥവ്യാപ്തിയോടെയാണ് നാം ഇവിടെ ഉപയോഗിച്ചത്? ഈ ചോദ്യം നമുക്ക് ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനോട് ചോദിച്ചു നോക്കാം. അദ്ദേഹം പറയും ആകാശത്തിൻ്റെ നിറം നീലയാണെന്ന് പറയുവാൻ പ്രയാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആകാശത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിന് നീല നിറമാണ്. എന്നാൽ ഞങ്ങളുടെ റോക്കറ്റ് ഭൂമിയിൽ നിന്നും കുറച്ച് ഉയരത്തിൽ ചെന്നപ്പോഴേക്കും ആകാശം കടും കറുപ്പായി മാറി. ചന്ദ്രനിൽ ഇറങ്ങി നിന്നപ്പോഴും അങ്ങുമിങ്ങും പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളും നമ്മുടെ സൂര്യനും കഴിഞ്ഞാൽ പിന്നെയുള്ള ആകാശത്തിന് ഭയപ്പെടുത്തുന്ന തരത്തിൽ കറുപ്പ് നിറമായിരുന്നു. പകൽ സമയമാണെങ്കിലും മുകളിലേക്ക് നോക്കിയാൽ തികഞ്ഞ കൂരിരുട്ട് ആയിരുന്നു എന്ന് ചാന്ദ്ര പരിവേഷക സംഘം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ആകാശത്തിന് മുകൾ ഭാഗം നീല നിറമാണെന്ന് നമുക്ക് തോന്നിയാലും മുകളിലേക്ക് പോകും തോറും ഇത് കടും കറുപ്പായി ഭയാനകമായ കൂരിരുട്ടാണ് ബഹിരാകാശത്ത് എന്നാണ് പരിവേഷക സംഘം ഇതുവരെയും കണ്ടെത്തിയിരിക്കുന്നത്. ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ കാണുന്ന ആകാശത്തിനാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ കാണുന്ന കാഴ്ചയ്ക്കാണ് ആകാശം അല്ലെങ്കിൽ ബഹിരാകാശം എന്ന് പറയുന്നത്. ഇതിൽ അന്തരീക്ഷവും ബഹിരാകാശം ഉൾപ്പെടുന്നു. ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമായും ഇതിനെ കണക്കാക്കാം, അഥവാ ബഹിരാകാശത്തെ കണക്കാക്കാം. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ മുകളിൽ ആണ് ബഹിരാകാശം തുടങ്ങുന്നത്. അതായത് ഈ കഴിഞ്ഞയിടെ ബഹിരാകാശ പരിവേഷക പര്യടന സംഘം ചിലവഴിച്ചത് അല്ലെങ്കിൽ ബഹിരാകാശ പേടകം സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്ക് മുകളിൽ 400 കിലോമീറ്റർ മുകളിലാണ്. അവിടെ മുതലാണ് ബഹിരാകാശം ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകും തോറും അനന്തമായി കിടക്കുകയാണ് ഈ ബഹിരാകാശം എന്നാണ് പരിവേഷകർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അറ്റം കണ്ടെത്തുക അസാധ്യമാണ്. അത് മനുഷ്യന് ശ്രമകരമായ കാര്യമാണ് എന്നുകൂടി ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ദൈവശാസ്ത്രം ബഹിരാകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? ആകാശത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണ്? ഈ വിഷയത്തിൽ ആകാശത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആകാശം എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹെവൻസ് എന്ന വാക്കാണ്. അതാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്, ആകാശം. എന്നാൽ ഹെവൻ എന്നും ഹെവൻസ് എന്നും ഹെവൻലി എന്നും ഉള്ള 3 പദങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് ആകാശം എന്നും സ്വർഗം എന്നും സ്വർഗീയമായവ എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആകാശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിഷയം അതായിരിക്കയാൽ ബൈബിളിൽ ആകാശത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെവൻസ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ആകാശം എന്നതിന് കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സ്കൈ എന്നൊരു പദം കൂടി ഇംഗ്ലീഷ് ബൈബിളിൽ ആകാശം എന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പദം ബൈബിളിൽ ആകെ 7 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് സ്കൈ എന്ന ഇംഗ്ലീഷ് വാക്ക് ബൈബിളിൽ 7 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പഴയ നിയമത്തിൽ 5 പ്രാവശ്യവും
പുതിയ നിയമത്തിൽ 2 പ്രാവശ്യവും ആണ് ഉള്ളത്. പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായം 18 വാക്യം, സങ്കീർത്തനങ്ങൾ 18 11 വാക്യം, സങ്കീർത്തനങ്ങൾ 77 17 വാക്യം, യെശയ്യാ പ്രവചനം 45 അധ്യായം 8 വാക്യം, യിരെമ്യാ പ്രവചനം 51 അധ്യായം 9 വാക്യം. ഇത്രയും സ്ഥലത്താണ് പഴയ നിയമത്തിൽ സ്കൈ എന്ന ഇംഗ്ലീഷ് വാക്ക് ആകാശം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 2 വാക്യം, എബ്രായ ലേഖനം 11 അധ്യായം 12 വാക്യം. അത് അന്തരീക്ഷം അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നതായ ആകാശമണ്ഡലം എന്ന അർത്ഥത്തിലും ആലങ്കാരികമായ അർത്ഥത്തിലൊക്കെയാണ് ഈ 7 സ്ഥലങ്ങളിലും ഈ ആകാശം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളിടത്തെല്ലാം ഇംഗ്ലീഷിലെ ഹെവൻസ് എന്ന വാക്കാണ് ആകാശം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കൈ എന്ന വാക്ക് 7 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ഭാഷയിൽ ആകാശം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷമായിം എന്ന വാക്കാണ്. ഷമായിം എന്ന പദമാണ് ആകാശം എന്നതിന് പഴയ നിയമത്തിൽ, ബൈബിളിലെ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദം 421 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷമായിം എന്ന എബ്രായ വാക്ക് അത് പ്രധാനമായും ആകാശം എന്നതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദം ഏകവചനമായും ബഹുവചനമായും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സന്ദർഭങ്ങൾക്കനുസരിച്ച് വേണം ഈ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ. ചില സ്ഥലങ്ങളിൽ ഇത് സ്വർഗം എന്ന അർത്ഥത്തിലാണ്, ദൈവവും ദൈവദൂതന്മാരും അധിവസിക്കുന്ന സ്വർഗമണ്ഡലം എന്ന അർത്ഥത്തിൽ ചില സ്ഥലങ്ങളിൽ ഷമായിം എന്ന എബ്രായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം ആകാശം എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശങ്ങൾ അല്ലെങ്കിൽ ആകാശം എന്നാണ് ഈ വാക്ക് നമുക്ക് നൽകുന്ന വിവരണം. ഏകവചനമായും ബഹുവചനമായിട്ടും ഈ പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ആ ഭാഗത്ത് ഈ ഷമായിം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബഹുവചന അടിസ്ഥാനത്തിലാണ്, ആകാശങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആകാശം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്, പുതിയ നിയമത്തിൻ്റെ മൂലഭാഷ ഗ്രീക്കാണല്ലോ. ഗ്രീക്ക് മൂലത്തിൽ ആകാശം എന്നതിന് കൊടുത്തിരിക്കുന്നത് ഔറാനോസ് എന്ന വാക്കാണ്. ഔറാനോസ്. ഈ വാക്കിൻ്റെ അർത്ഥം ആകാശം എന്നും ആകാശത്തെയും ബഹിരാകാശത്തെയും നക്ഷത്രങ്ങളുടെ വാസസ്ഥലത്തെയും ദൈവത്തിൻ്റെ വാസസ്ഥലത്തെയും സൂചിപ്പിക്കുവാൻ ഔറാനോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ഈ ഷമായിം എന്ന വാക്കുപോലെ തന്നെ ഈ ഔറാനോസ് എന്ന പദം ചില സ്ഥലങ്ങളിൽ ആ സ്വർഗത്തെ കുറിക്കുന്നതിനും മറ്റു ചില സ്ഥലങ്ങളിൽ ആകാശത്തെ കുറിക്കുന്നതിനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് വേണം ഈ പദത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ. എല്ലാ സ്ഥലത്തും ആകാശങ്ങൾ, അതായത് ബഹിരാകാശം എന്നല്ല, ചില സ്ഥലങ്ങളിൽ അതിന് സ്വർഗം എന്ന അർത്ഥവും ഉണ്ട്. സ്വർഗമണ്ഡലത്തിനും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം ഈ ഔറാനോസ് എന്ന വാക്ക് നാം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഊറനോസ് എന്നും ഈ വാക്ക് നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എഫേസ്യ ലേഖനം 6 അധ്യായം 12 വാക്യം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നിടത്ത് സ്വർലോകങ്ങളിലെ എന്നതിന് ഈ ഔറാനോസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ സ്വർഗം എന്നല്ല, ആകാശമണ്ഡലം അല്ലെങ്കിൽ വായുമണ്ഡലം എന്നാണ് അവിടെ ഈ വാക്കിന് അർത്ഥം വരുന്നത്. അപ്പോൾ ഔറാനോസ് എന്ന ആ വാക്ക് ആകാശം എന്നും വായുമണ്ഡലം എന്നും ഒക്കെയും അർത്ഥം വരുന്ന തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ ഇത് സ്വർഗമണ്ഡലത്തെ കുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 10 വാക്യത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എന്നുള്ളിടത്ത് സ്വർലോകരുടെയും എന്ന ആ സ്ഥലത്ത്
ആകാശത്തെ മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, മറിച്ച് അത് സ്വർഗമണ്ഡലത്തെ കൂടി അർത്ഥമാക്കിക്കൊണ്ടാണ് ആ പദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഈ പദം നാം സാഹചര്യങ്ങളെ വിലയിരുത്തി വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആകാശം എന്ന പഴയ നിയമത്തിൽ ഷമായിം എന്ന വാക്കും പുതിയ നിയമത്തിൽ ഔറാനോസ് എന്ന വാക്കുമാണ് ആകാശം അല്ലെങ്കിൽ ആകാശങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ആകാശവും ഈ ബഹിരാകാശവും അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും ഉണ്ടായത് എങ്ങനെയാണ്? പരിണാമ സിദ്ധാന്തവും ശാസ്ത്രവും പറയുന്നത് ഇത് ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം രൂപീകൃതമായത് എന്ന് അവർ വിശ്വസിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു. ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഈ നിലയിൽ രൂപീകൃതമായി എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ, ദൈവശാസ്ത്രം ഈ ആകാശത്തെക്കുറിച്ച് എന്ത് പറയുന്നു, ഈ ഭൂമിയെക്കുറിച്ച് എന്ത് പറയുന്നു, നമുക്ക് പരിശോധിക്കാം. ആകാശം ദൈവത്തിൻ്റെ സൃഷ്ടി എന്നാണ് ദൈവശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആകാശത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആകാശം എന്ന് മലയാളത്തിൽ ഏകവചനമായിട്ടാണ് കാണുവാൻ കഴിയുന്നതെങ്കിലും എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷാമയും എന്ന വാക്കാണ്. അവിടെ ബഹുവചന അർത്ഥത്തിലാണ് അവിടെ ഷാമയും എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. അപ്പോൾ അവിടെ ദൈവശാസ്ത്രം പറയുന്നത് ആകാശം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 8:3 നാം വായിക്കുമ്പോൾ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും എന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിരലുകൊണ്ട് സൃഷ്ടിച്ചതാണ് ഈ ആകാശത്തെ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്ന് 102-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആകാശം ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ്. ദൈവം കരങ്ങൾ കൊണ്ട് മെനഞ്ഞതാണ് ആകാശത്തെ. 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മെനയപ്പെട്ടതാണ്, ദൈവം വിരിച്ചതാണ്, ദൈവം സൃഷ്ടിച്ചതാണ് ആകാശമെന്ന് വളരെ സുവ്യക്തമായ ഭാഷയിൽ ദൈവശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. തുടർന്ന് യിരെമ്യാവിന്റെ പ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വിവേകത്താൽ ദൈവം ആകാശത്തെ വിരിച്ചു, ദൈവം സൃഷ്ടിച്ചു എന്ന് അവിടെ യിരെമ്യാ പ്രവചനം വ്യക്തമാക്കുന്നു. തുടർന്ന് നാം യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശത്തെ സൃഷ്ടിച്ച യഹോവ, ദൈവമാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. തുടർന്ന് യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി എന്നവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ, ഈ അണ്ഡകടാഹത്തെ, അണുമുതൽ അണ്ഡകടാഹങ്ങൾ വരെ സൃഷ്ടിച്ചത് ആരാണ്? അത്യുന്നതനായ ദൈവം എന്ന് ദൈവശാസ്ത്രം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ നാം പരിശോധിച്ച തിരുവചന ഭാഗങ്ങളിലെല്ലാം ആകാശം ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു. ആകാശം മാത്രമല്ല, ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്. അതിൽ ചിലത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ആകാശത്തിൻ്റെ ഘടന അടുത്തതായി നാം പരിശോധിക്കുന്നത് ദൈവശാസ്ത്രം ആകാശത്തിൻ്റെ ഘടനയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആകാശത്തിൻ്റെ ഘടന? പരിവേഷക സംഘങ്ങൾ ഈ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ഈ ബഹിരാകാശത്തെക്കുറിച്ചുള്ള
പല വിവരണങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. ആകാശത്തിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ബഹിരാകാശ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ശാസ്ത്രവും ജനിക്കുന്നതിന് മുൻപ്, ഉത്ഭവിക്കുന്നതിന് മുൻപ് ദൈവശാസ്ത്രം വളരെ വ്യക്തമായി, വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ഈ ആകാശത്തിൻ്റെ ഘടന ഏത് വിധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്, എപ്രകാരമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ബൈബിളിലെ വളരെ പഴക്കമുള്ളതായ ഒരു പുസ്തകമാണല്ലോ ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകമാണ് ബൈബിളിൽ ഏറ്റവും പഴക്കമുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഈ ആകാശത്തിൻ്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതിനു മുൻപായി യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ടത് ബൈബിളിൽ ഏറ്റവും പഴക്കമുള്ള പുസ്തകത്തിൽ നിന്നുള്ള വിവരണമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 37 അധ്യായം 18 വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞിരിക്കുന്നത്, ലോക ദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോടുകൂടെ വിടർത്ത് വെക്കാമോ എന്നാണ് ചോദ്യം. ലോക ദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ അവനോടുകൂടെ വിടർത്ത് വെക്കാമോ? അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലോഹക്കൂട്ടാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോഹ ദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോടുകൂടെ വിടർത്ത് വെക്കാമോ? അപ്പോൾ ആകാശത്തിന് ഉറപ്പുണ്ട്. ആകാശം പുക പോലെയോ മഞ്ഞ് പോലെയോ ആവി പോലെയോ അല്ല, കട്ടിയുള്ളതായ ഭാഗം ആകാശത്തിനുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഈ ഭാഗം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, വിത്ത് ഹിം ഹാവ് യു സ്പ്രെഡ് ഔട്ട് ദി സ്കൈസ് സ്ട്രോങ് ആസ് എ കാസ്റ്റ് മെറ്റൽ മിറർ എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആകാശം ഉറപ്പുള്ള ഒരു ലോഹ കണ്ണാടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാണ് അവിടെ മിറർ, മെറ്റൽ മിറർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബഹിരാകാശ ഗവേഷക സംഘങ്ങൾ കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത്, ആകാശത്തിന് കടുപ്പമേറിയ കട്ടിയുള്ള ഉറപ്പുള്ള ചില ഭാഗങ്ങളുണ്ട് എന്ന് പരിവേഷക സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ആകാശത്തിൻ്റെ ഘടനയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ, ദൈവശാസ്ത്രം അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആകാശം എങ്ങനെയാണ്? ഇത് ഒരു ലോഹക്കൂട്ടാണ്, ഉറപ്പുള്ള ഒരു ലോഹ കണ്ണാടിയാണ് ഈ ആകാശം എന്ന്, ഈ ബഹിരാകാശം എന്ന് ബൈബിൾ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും നോക്കാം. ആകാശത്തെ ഒരു തിരശീല പോലെ അവൻ നിവർക്കുകയും, യെശയ്യാവിൻ്റെ പ്രവചനം 40 അധ്യായം 22 വാക്യം. അപ്പോൾ ആകാശം എങ്ങനെയാണ്? അതൊരു തിരശീലയ്ക്ക് സമാനമാണ്. തിരശീല എന്ന് പറഞ്ഞാൽ കർട്ടൻ. നമ്മുടെ ഡോറിൻ്റെയൊക്കെ മുൻപിലും ജനലിൻ്റെയൊക്കെ മുൻപിലും നാം തൂക്കിയിടുന്ന കർട്ടൻ പോലെയാണ് ഈ ആകാശത്തിൻ്റെ ഘടന എന്നാണ് ദൈവശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് തിരശീല പോലെ മടങ്ങായി തട്ടായിട്ടാണ് ഈ ആകാശം കിടക്കുന്നത് എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഉൽപ്പത്തിയിലും പറഞ്ഞിരിക്കുന്നത്, ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാകാശമല്ല, ഒന്നിൽ കൂടുതൽ ആകാശമുണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. തിരശീല പോലെ അവൻ ആകാശത്തെ നിവർക്കുന്നു. വീണ്ടും സങ്കീർത്തനങ്ങൾ 136 5 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവനും. അവിടെ ആകാശങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ മലയാള പരിഭാഷ വളരെ കറക്റ്റാണ്. എബ്രായ ഭാഷയിൽ ഷാമയും എന്ന ബഹുവചനമാണ് ആകാശങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്. വീണ്ടും 104 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിലും തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അപ്പോൾ ആകാശത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ളതായ പ്രദേശങ്ങൾ ആകാശത്തിനുണ്ട്. മുകളിലേക്ക് ചെല്ലുന്തോറും, ബഹിരാകാശത്തിൻ്റെ മുകളിലേക്ക് ചെല്ലുന്തോറും, നക്ഷത്ര മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് ചെല്ലുന്തോറും, അല്ലെങ്കിൽ നക്ഷത്ര മണ്ഡലങ്ങളുടെ ഇടയിൽ ഉറപ്പുള്ള കട്ടിയുള്ള മേഘാവൃതമായ കട്ടിയുള്ള മേഘങ്ങൾ കൊണ്ട് രൂപീകൃതമായ ആകാശമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആകാശത്തിൻ്റെ ഘടന എന്താണ്? തിരശീല പോലെ ആകാശം തട്ടുതട്ടായി ഇങ്ങനെ കിടക്കുന്നു. അത് ഉറപ്പുള്ള ഒരു ലോക കൂട്ടാണ് എന്ന് യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ആകാശത്തിലേക്ക് കയറിപ്പോവാൻ മനുഷ്യന് കഴിയുമോ?
ഇപ്പോൾ എല്ലാവരും എല്ലാ രാജ്യങ്ങളും അവരുടെ ബഹിരാകാശ പര്യടനം പരിവേഷകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മിക്ക രാജ്യങ്ങളും നമ്മുടെ ലോകത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക ടെക്നിക്കുകൾ ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ബഹിരാകാശത്തിൽ നിലനിൽക്കുന്നത്. ലോകത്തിലുള്ള ഒട്ടുമിക്ക വലിയ രാജ്യങ്ങളുടെയും അവരുടേതെല്ലാം ഉപകരണങ്ങൾ അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം ഇന്ന് ആ ബഹിരാകാശ നിലയത്തിലുണ്ട്. അപ്പോൾ അവർ ബഹിരാകാശത്തിൽ ചില ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ ചിലവഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് ബഹിരാകാശത്തിലേക്ക് കയറി പോകാൻ കഴിയുമെന്ന് ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാം. അവർ ആകാശത്തിലേക്ക് കയറി പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യം. അവർ ആകാശത്തിലേക്ക് കയറി പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. ഇതൊരു സിംബോളിക്കലായ പ്രയോഗമാണെങ്കിൽ പോലും ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. മനുഷ്യർക്ക് ആകാശത്തിലേക്ക് കയറി പോകാമെന്ന് വളരെ വ്യക്തമാണല്ലോ. അത് ശാസ്ത്രം തെളിയിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുൻപ് ബൈബിൾ ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ബാബേൽ ആകാശത്തോളം കയറിപ്പോയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായം 53-ാം വാക്യം. കണ്ടോ, എത്രയും വ്യക്തമായിട്ടാണ് വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാബേൽ ആകാശത്തോളം കയറിപ്പോയാലും അവിടെ കോട്ട ഉയർത്തിയാലും അല്ലെങ്കിൽ മനുഷ്യന് താമസിക്കുവാൻ കഴിയുന്ന ഒരു നിലയം, ഒരു വീട്, അതിനെയാണല്ലോ ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബഹിരാകാശ നിലയം ഉയർത്തി അവിടെ താമസിച്ചാലും ദൈവം അവരെ അവിടെ നിന്ന് താഴെ ഇറക്കുമെന്നാണ് ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ശാസ്ത്രം ജനിക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. ഇതൊരു ന്യായവിധിയോട് ബന്ധപ്പെട്ടാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ബഹിരാകാശത്തിലേക്ക് മനുഷ്യന് കയറി പോകാൻ കഴിയുമെന്ന് ഈ വാക്യം നമുക്ക് ഉറപ്പ് നൽകുകയാണല്ലോ. മറ്റൊരു വാക്യം, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. ഒബദ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ ഒബദ്യാവിന്റെ പ്രവചനവും യിരെമ്യാ പ്രവചനവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആമോസിന്റെ പ്രവചനത്തിലും കാണുന്നത് മനുഷ്യർക്ക് ബഹിരാകാശത്തിലേക്ക് കയറി പോകാനായിട്ട് കഴിയുമെന്ന് ഈ വാക്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പ് സൂചന നൽകുകയാണ്. ശാസ്ത്രം അത് പിന്നീട് തെളിയിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ആകാശം സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ആകാശത്തിൻ്റെ ഘടന എന്താണ് എന്ന് മനസ്സിലായല്ലോ. ആകാശത്തിലേക്ക് മനുഷ്യന് കയറി പോകാൻ കഴിയുമെന്നും നമുക്ക് വചനത്തിൽ നിന്നും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞല്ലോ. ഇനി നാം അടുത്തതായിട്ട് ചിന്തിക്കുന്നത്, ഈ ആകാശങ്ങൾ എത്രയുണ്ട്? എത്ര ആകാശങ്ങളുണ്ട്? യഹൂദന്മാരുടെ സാഹിത്യമനുസരിച്ച് യഹൂദന്മാരുടെ തൽമൂദിൽ 7 ആകാശങ്ങൾ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ യഹൂദ സാഹിത്യത്തിൽ 7 ആകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അങ്ങനെയെങ്കിൽ ആ 7 ആകാശങ്ങൾ ഏതൊക്കെയാവുന്നു എന്ന് ഈ തരുണത്തിൽ ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. 1 ബിലോൺ. 1-ാമത്തെ ആകാശത്തിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് ബിലോൺ. എല്ലാം എബ്രായ വാക്കുകളാണ് ഇനി പറയുന്നത്. ബിലോൺ. ഇതിനവർ ആധാരമായിട്ട് എടുക്കുന്നത് യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായം 22-ാം വാക്യമാണ്. ആകാശം ഒരു തിരശീല പോലെ എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആകാശം ഒരു തിരശീലയാണ്, അത് ഒന്നിൽ കൂടുതലുണ്ട്, തട്ടുതട്ടായിട്ട് ഈ തിരശീല പോലെ ആകാശം കിടക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആകാശത്തിലെ 1-ാമത്തെ ആകാശമാണ് ബിലോൺ. ഇതിനെ കർട്ടൻ എന്നും ഈ ബിലോൺ എന്ന വാക്കിന് അർത്ഥമുണ്ട്. കർട്ടൻ പോലെ തൂങ്ങിക്കിടക്കുന്ന 1-ാമത്തെ ആകാശം, അതിന് മുകളിൽ മറ്റൊരു ആകാശമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. 2-ാമത്തെ ആകാശം റാഹിയ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. റാഹിയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ആ വാക്യം പറയുന്നത്, ആകാശവിധാനത്തിൽ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർത്തി ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും ഭൂമിക്ക് ചൂടും വെളിച്ചവും നൽകുവാനും വലിയ വെളിച്ചങ്ങളായും ചെറിയ വെളിച്ചങ്ങളായും അവ ആകാശവിധാനത്തിൽ ദൈവം നിർത്തി. സൂര്യചന്ദ്രൻ നക്ഷത്രാദികൾ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തെയാണ് ഇവിടെ ആകാശവിധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ബഹിരാകാശം എന്ന് ബൈബിൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ ഒരു ആകാശമാണ് ബഹിരാകാശം അഥവാ റാഹിയ എന്ന ആകാശം. അവിടെയാണ് സൂര്യചന്ദ്രൻ നക്ഷത്രാദികൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ്
ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തൽമൂദിന്റെ കാഴ്ചപ്പാടിൽ യഹൂദ സാഹിത്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ആകാശം ഷഹാക്കിം എന്ന ആകാശമാണ്. ഷഹാക്കിം എന്നതിന് അവർ നൽകിയിരിക്കുന്ന ഒരു എവിഡൻസ് വാക്യം 78 സങ്കീർത്തനം 23 വാക്യമാണ്. അവിടെ ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് മന്ന വർഷിപ്പിച്ചു കൊടുത്തു എന്നാണ് ആ സങ്കീർത്തനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് തിന്മാൻ വേണ്ടി ദൈവം നൽകിയ ഒരു ആഹാരമായിരുന്നല്ലോ മന്ന. ആ മന്ന ആകാശത്ത് നിന്ന് അവർക്ക് വർഷിപ്പിച്ചു കൊടുത്തു എന്നാണ് 78 സങ്കീർത്തനത്തിലെ പരാമർശം. അതുകൊണ്ട് അതൊരു ആകാശമാണ്, അതാണ് മൂന്നാമത്തെ ആകാശം എന്നാണ് അവർ അതിനെക്കുറിച്ച് പഠിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. നാലാമത്തെ ആകാശം സെബൂൽ. യെശയ്യാവിന്റെ പ്രവചനം 63 15 വാക്യമാണ് അതിന് അവർ എവിഡൻസ് ആയിട്ട് എടുക്കുന്നത്. നാലാമത്തെ ആകാശം സെബൂൽ, അത് ഉന്നത വാസസ്ഥലം എന്നാണ് അവർ പറയുന്നത്. ഉന്നത വാസസ്ഥലം, അത് ദൈവത്തിന്റെ ഒരു വാസസ്ഥലമായിട്ട് കൂടിയാണ് അവർ എന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർ സെബൂൽ, യെശയ്യാവ് 63:15. അഞ്ചാമത്തെ ആകാശം മഗോൺ. മഗോൺ എന്ന അഞ്ചാമത്തെ ആകാശത്തെ വിശുദ്ധ വാസസ്ഥലമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. അതിനവർ തെളിവിനായിട്ട് എടുക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം 26 15 വാക്യമാണ്. ആവർത്തന 26:15 വാക്യത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വാസസ്ഥലമായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ വാസസ്ഥലമായിട്ട് മഗോൺ എന്ന ആകാശത്തെ അവർ കണക്കാക്കുന്നു. ആറാമത്തെ ആകാശം മച്ചോൺ എന്നാണ് അവർ പേര് നൽകിയിരിക്കുന്നത്. മച്ചോൺ എന്ന ആകാശം തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കുമെന്ന് ആവർത്തന പുസ്തകം 28 12 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ അവരെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കേണ്ടതിനും സമൃദ്ധിയിൽ നടത്തേണ്ടതിനും ദൈവം തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് അവരെ അനുഗ്രഹിക്കുമെന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അവർ യഹൂദ സാഹിത്യത്തിൽ തൽമൂദിൽ ഈ ആകാശത്തെ മച്ചോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ ആകാശം അറാബോത്ത് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഏഴാമത്തെ ആകാശമാണ് അറാബോത്ത്. ഈ അറാബോത്ത് എന്ന ഈ ആകാശത്തെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഉന്നത സിംഹാസനമുള്ള സ്ഥലമായിട്ടാണ് യഹൂദ സാഹിത്യത്തിൽ അവർ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ 7 ആകാശങ്ങൾ ഉള്ളതായിട്ട് എബ്രായ സാഹിത്യത്തിൽ അല്ലെങ്കിൽ തൽമൂദിൽ പരാമർശമുണ്ട്. ഇതിനെ 7 സ്വർഗങ്ങളായിട്ടും അവർ വിശ്വസിക്കുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. എന്നാൽ നാം പഴയ നിയമം പരിശോധിക്കുമ്പോൾ 7 സ്വർഗങ്ങൾ ഉള്ളതായിട്ടുള്ളൊരു പഠനം നമുക്കത് ഉൾക്കൊള്ളുവാൻ അല്പം പ്രയാസമുള്ളതായ ഒരു കാര്യമാണ്. ഇത് യഹൂദ സാഹിത്യം പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ദൈവശാസ്ത്രം അതിനെ ഉൾക്കൊള്ളുന്നില്ല. പഴയ നിയമത്തിൽ 7 സ്വർഗങ്ങളുണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കത്തക്കതായ വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇത് ബൈബിളിൽ ഉൾപ്പെടുന്ന ഒന്നല്ല, യഹൂദ സാഹിത്യമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ 3 സ്വർഗങ്ങൾ ഉള്ളതായിട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 12 3-ാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടു എന്ന വസ്തുത അവിടെ താൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നിശ്ചയമായിട്ടും അത് പർദീസയാണ്, പാരഡൈസാണ് 3-ാം സ്വർഗം. അപ്പോൾ 3 സ്വർഗങ്ങളെ കുറിച്ചുള്ള വിവരണം പുതിയ നിയമത്തിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. അത് ദൈവശാസ്ത്രീയമായി നമുക്ക് ഉൾക്കൊള്ളുന്നതിൽ പ്രയാസമൊന്നുമില്ല, ശരിയായ കാര്യമാണ്. പക്ഷേ പഴയ നിയമത്തിലെ 7 സ്വർഗങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് ഉൾക്കൊള്ളുവാൻ അല്പം വൈമുഖ്യമുള്ളതായ ഒരു കാര്യമാണ്. എങ്കിലും യഹൂദ സാഹിത്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന 7 ആകാശങ്ങൾ എന്ന വിഷയം നമ്മുടെ ഈ ബഹിരാകാശവും ദൈവശാസ്ത്രവും എന്ന വിഷയത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ ആകാശത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങൾ എന്തൊക്കെയാകുന്നു എന്നാണ് നാം ഇതുവരെ പരിശോധിച്ചു കൊണ്ടിരുന്നത്. ഒടുവിലായിട്ട് നാം ചിന്തിക്കുന്നത്, ഇന്ന് കാണുന്ന ഈ ബഹിരാകാശം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം ദൈവം നശിപ്പിച്ചു കളയും, അഥവാ ഈ ആകാശത്ത് ദൈവം കത്തിച്ചു കളയും എന്നാണ് ദൈവവചനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. അതെന്തുകൊണ്ടാണ് ദൈവം ഇവയെല്ലാം നശിപ്പിക്കുന്നത്? അതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ചിലത് നമുക്ക് പരിശോധിക്കാം. ആകാശത്തെയും ഭൂമിയെയും ദൈവം കത്തിച്ചു കളയും, ദഹിപ്പിച്ചു കളയും എന്ന് ബൈബിൾ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ആകാശം
അവ നശിക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. 102 സങ്കീർത്തനം 25 വാക്യം. അപ്പോൾ ഈ പ്രപഞ്ചം, ഈ ആകാശം ദൈവം നശിപ്പിച്ചു കളയും, ഭൂമിയെയും നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അതിന് തെളിവ് വാക്യമാണ് നാം വായിച്ചു കേട്ടത്. കാരണം എന്താണ്? ഈ ആകാശവും ഭൂമിയും എല്ലാം നശിക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആകാശവും ഭൂമിയും മാറിപ്പോകുമെന്ന് പഴയ നിയമം പ്രസ്താവിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ കാലഹരണപ്പെട്ടതുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതിനൊരു ഒരു കാലമുണ്ട്. ആ കാലം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ അവസാനം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് പഴകിപ്പോയി. ഇനി അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? പഴകിയ വസ്തുക്കൾ തീയിട്ട് കത്തിച്ച് കളയുന്നത് പോലെ, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുന്നത് പോലെ, നശിപ്പിച്ച് കളയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ കാലാവധി പൂർത്തിയായിരിക്കുന്നത് കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ, ആകാശത്തെ, ഭൂമിയെ നശിപ്പിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആകാശം ചുരുൾ പോലെ ചുരുണ്ടു പോകും. യെശയ്യാ പ്രവചനം 34 അധ്യായം 4 വാക്യം. ആകാശം ചുരുൾ പോലെ ചുരുണ്ടു പോകും. ഒരു പേപ്പർ ചുരുട്ടി എറിഞ്ഞു കളയുന്നത് പോലെ ദൈവം ഈ ബഹിരാകാശത്തെ ചുരുട്ടി അതിനെ എറിഞ്ഞു കളയും, നശിപ്പിച്ചു കളയും എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ആകാശം പുക പോലെ പോയി പോകും. യെശയ്യാ പ്രവചനം 51 അധ്യായം 6 വാക്യം. അപ്പൊ പുകയ്ക്ക് എത്രത്തോളം ആയുസ്സുണ്ട്? നാം ഒരു തീ കൂട്ടി കത്തിച്ചാൽ അതിൽ നിന്ന് പുകയുണ്ടാകും. പക്ഷേ ചില സെക്കൻഡുകൾക്കോ ചില മിനിറ്റുകൾക്ക് മാത്രമേ ആ പുകയ്ക്ക് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ ആ പുക അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതെ ആയിത്തീരും. ഇതുപോലെ ഈ ആകാശം പുക പോലെ മാറിപ്പോകും, അതിനെ ദൈവം മാറ്റിക്കളയുമെന്ന് പഴയ നിയമത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് പഴകിയതുകൊണ്ടാണ്, പഴക്കം ചെന്നതുകൊണ്ടാണ് ദൈവം ഇതിനെ നശിപ്പിച്ച് കളയുന്നത്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും പത്രോസിന്റെ 2 ലേഖനം 3 അധ്യായത്തിൽ 7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പത്രോസിന്റെ 2 ലേഖനം 3 അധ്യായം 7 വാക്യത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചം, ഈ ബഹിരാകാശം, ഈ ആകാശ ഭൂമികളെ ദൈവം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും നശിപ്പിച്ചു കളയും, കത്തിച്ചു കളയും എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് തീ ഉണ്ടാവുന്നത്? ഷാമയും എന്ന എബ്രായ വാക്കിന് തീ നിറഞ്ഞ ആകാശം എന്നുകൂടി എബ്രായ ഭാഷയിൽ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ബഹിരാകാശത്ത് എവിടെയോ ദൈവം അഗ്നിയെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, തീയെ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ ആ തീ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി അതിനെ കത്തിച്ച് നശിപ്പിച്ചു കളയും. അതിൻ്റെ ഒരു തെളിവാണല്ലോ സോദോം ഗോമോർ എന്ന പട്ടണത്തെ ദൈവം ആകാശത്തു നിന്നും തീ ഇറക്കി, തീയും ഗന്ധകവും ഇറങ്ങി ദൈവം അവയെ കത്തിച്ചു കളഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ, ഒരു ചരിത്ര സത്യമാണല്ലോ. അത് ബൈബിൾ പറയുന്നത് മാത്രമല്ലല്ലോ, ഇന്നത് ജീവിക്കുന്ന സാക്ഷിയായി ആ ഇസ്രായേലിൽ ഡെഡ് സീ അഥവാ ചാവുകടൽ എന്ന ആ കടൽ ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യമായി നിലകൊള്ളുകയാണല്ലോ. യാതൊരു ജീവജാലങ്ങളും ഇന്ന് ആ ചാവുകടലിൽ ഇല്ല. ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലമാണ് ചാവുകടൽ. ഞാൻ ആ ചാവുകടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും അതെൻ്റെ കൈവശമുണ്ട്. ആ ചാവുകടലിലെ ജലം ഒരു മാറ്റവും അതിന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം തീക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എത്രയോ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് ദൈവം ഇതിനെ നശിപ്പിച്ചു കളയും, കത്തിച്ചു കളയും. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പത്രോസ് എഴുതിയ 2 ലേഖനം 3 അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ആകാശം ചുട്ടഴിയുകയും ചെയ്യും എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ദിവസം, ദൈവ ദിവസത്തിന്റെ വരവ് നിങ്ങൾ കാത്തിരുന്ന് എത്ര ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം നിങ്ങളെന്ന് വിശ്വാസികളോട് പത്രോസ് പറയുകയാണ്. നാം അധിവസിക്കുന്ന ഈ മനോഹരമായ ഈ ഭൂമിയെയും ആകാശത്തെയും ദൈവം തീ കൊണ്ട് നശിപ്പിച്ചു കളയും അഥവാ കത്തിച്ചു കളയും എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ചതുപോലെ, ലോത്തിന്റെ കാലത്ത് ദൈവം സോദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല.
ഇനിയുള്ള ആകാശത്തെയും ഭൂമിയും തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കും. സമയം വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ലോകാവസാന നാളിൽ ഈ ഭൂമിയെ ദൈവം കത്തിച്ച് ചാമ്പലാക്കി കളയും. പിന്നെ ഈ ഭൂമി ഇവിടെ ഉണ്ടാകുകയില്ല. കാരണം ഇതിന്റെ ആവശ്യം പിന്നെ ഇല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ക്രിസ്തുവിന്റെ സഭ യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഭൂമിയും മനുഷ്യനും ഇവിടെ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇതിനെ കത്തിച്ചു കളയുന്നത്. ആകയാൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ആകാശം അന്ന് കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. അന്ന് എന്ന് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ആകാശം ചുട്ടഴിയും എന്ന് പറഞ്ഞു. കത്തിയഴിയും, ചുട്ടഴിയും, ഈ രണ്ട് വാക്ക് പോലും പത്രോസ് അവിടെ ഉപയോഗിച്ചിരിക്കുക. അവിടെ ഈ മൂലപദാർത്ഥങ്ങൾ എന്നതിന് എലമെന്റ്സ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് 100ഓളം മൂലകങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ്. അതെല്ലാം ഇവിടെ കത്തി നശിക്കും. അതിൽ വായുണ്ട്, ജലമുണ്ട്, തീയുണ്ട്, ഭൂമിയും ഈ ഭൂമിയിലുള്ള എല്ലാ പണികളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുകയാണ്. അപ്പം എല്ലാ മൂലകങ്ങളും പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ രാസമൂലകങ്ങൾ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ഇവയെല്ലാം എന്തായിത്തീരും? കത്തുപിടിക്കുന്നതായ മൂലകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ദൈവം ഇവയെല്ലാം കത്തിച്ച് ഈ മൂലകങ്ങളെ, പഞ്ചഭൂതങ്ങളെ ദൈവം നശിപ്പിച്ച് കത്തിച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഭൂമിയെയും ആകാശത്തെയും ദൈവം തീ കൊണ്ട് നശിപ്പിച്ചു കളയും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്തേക്ക് അയച്ച് കുറേ ചിത്രങ്ങൾ പകർത്തി അത് അന്ന് കാലത്ത് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് വാർത്താമാധ്യമങ്ങളിലെല്ലാം ബഹിരാകാശത്തിൻ്റെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ പ്രചരിക്കുകയുണ്ടായല്ലോ. അതിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ബഹിരാകാശത്തിൻ്റെ മുകളിലേക്ക് പോകും തോറും കട്ടി കൂടിയതും തീ കത്തുന്നതുമായ ചില ഭാഗങ്ങളുണ്ട് എന്ന് ആ വെബ്സൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ അത് എത്രയോ വാസ്തവമാണ്. ബൈബിളിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ ഈ പ്രപഞ്ചത്തെ ദൈവം നശിപ്പിച്ച് തീ കൊണ്ട് അതിനെ ചുട്ടുകളയും. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഈ ഭൂമി പഴക്കം ചെന്നതുകൊണ്ടാണ്. നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അന്ന് നിങ്ങൾ ആകാശത്തിലെ അധികാരത്തിന് അനുസരിച്ച് നടന്നവരായിരുന്നു. അന്ന് നിങ്ങൾ പാപത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അനുസരണക്കേടിൻ്റെ മക്കളുമായിരുന്നു. അപ്പോൾ ആകാശത്തിലെ അധികാരത്തിന് അനുസരിച്ച് നടന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നാം മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എയർ മണ്ഡലം, വായുമണ്ഡലം മുഴുവനും പ്രേതഭൂത പിശാചുക്കളുടെ ആവാസ വിഹാര കേന്ദ്രം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ പിശാചും അവൻ്റെ ദൂതന്മാരും സൈന്യവും അധിവസിക്കുന്നതായ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥാ കേന്ദ്രമായ ഈ ശൂന്യാകാശത്തെ അല്ലെങ്കിൽ വായുമണ്ഡലത്തെ, ഈ ആകാശത്തിന് കീഴിലുള്ള ആ ഭാഗത്തെ കത്തിച്ച് കളയുന്നതും നശിപ്പിക്കേണ്ടതും ശുദ്ധീകരിക്കേണ്ടതും ഒരാവശ്യമായിട്ട് വരെ നമുക്കതിനെ കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആകാശം കത്തിച്ച് കളയേണ്ടത് ആവശ്യമാണ്, ഭൂമിയെയും കത്തിച്ച് കളയേണ്ടത് ആവശ്യമാണ്, അതിനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഈ ഭൂമിയുടെ ആവശ്യം നമുക്കില്ല. ഭൂമിയും അതിലുള്ള വാസവും അതോടുകൂടി അവസാനിക്കും. നാം ദൈവത്തോടുകൂടി നിത്യതയിൽ ആയിരിക്കും. അതുകൊണ്ട് നാം കർത്താവിനോടുകൂടെ എന്നേക്കും നിത്യതയിൽ വസിക്കുന്നത് കൊണ്ട് ഭൂമിയുടെയോ ആകാശത്തിൻ്റെയോ ആവശ്യം ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ നാം ഇതുവരെ ബഹിരാകാശത്തിൻ്റെ ശാസ്ത്രവും ദൈവശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവശാസ്ത്രം ഈ ബഹിരാകാശത്തെക്കുറിച്ച് എന്ത് പറയുന്നു, അതിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ ഭാവി എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഈ ബഹിരാകാശത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ വീക്ഷണവും ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഈ സമയം വരെയും ഈ പ്രഭാഷണം കേട്ട എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.